മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. അല്ല, സേവാഭാരതിയും ഡിവൈഎഫ്ഐയും ഒക്കെ ചോറ് കൊടുക്കുന്നത് ഇനി മുതൽ കൊടുക്കണ്ട എന്ന് പറയുമ്പോ യൂത്ത് കോൺഗ്രസിന്റെ പേരൊക്കെ വലിച്ചിടുന്നുണ്ട്. നിങ്ങൾ അതൊന്ന് കേട്ടു നോക്കൂ. ഒരു പാർട്ടിനെ അവിടെ രാഷ്ട്രീയ പ്രവർത്തനം അതിന്റെ അകത്ത് വേണ്ട, പുറത്തുനിന്ന് എന്ത് വേണമെങ്കിൽ അതിന് കൊടുക്കുകയാണെങ്കിൽ പാർട്ടിയുടെ പേരും കൊടിയും വെച്ചിട്ടല്ല. അതിന് പ്രശ്നമുണ്ട്, തെറ്റാണത്. അങ്ങനെ തെറ്റാണ്, അത് സർക്കാർ സമ്മതിക്കില്ല. അത് ഞാൻ പറയാം, രാഷ്ട്രീയ പാർട്ടികളുടെ ബേസിലല്ല സഹായിക്കേണ്ടത്. ഒരു കാരണവശാലും ഹോസ്പിറ്റലിനകത്ത് സമ്മതിക്കില്ല. അത് തന്നെ ആ തീരുമാനം UDF സർക്കാരിന്റെ തീരുമാനമാണ്. ഞങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യും, സംശയമൊന്നും വേണ്ട. രാഷ്ട്രീയ പ്രവർത്തനം ഒരുപാട് കാര്യങ്ങൾ ഇതിന് രാഷ്ട്രീയ പ്രവർത്തനം നല്ലതാണ്. ഞങ്ങളുടെ കമ്മ്യൂണിറ്റി കിച്ചണിലേക്ക് സാധനം തന്നോട്ടെ, ഞങ്ങൾ കൊടുത്തോളാം. DYFI, സേവാഭാരതി, യൂത്ത് കോൺഗ്രസ് അങ്ങനെയൊന്നും ഭക്ഷണം കൊടുക്കുന്ന കാര്യത്തിൽ വേണ്ട. നിങ്ങൾ കേട്ടില്ലേ? DYFI പൊതിച്ചോറ് കൊടുക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്, സേവാഭാരതി കൊടുക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ യൂത്ത് കോൺഗ്രസ് എവിടെയാണ് കൊടുക്കുന്നത്? ഇനി എവിടെയെങ്കിലും ഒന്നോ രണ്ടോ സ്ഥലത്തുണ്ടെങ്കിൽ തന്നെ ഈ DYFIയും സേവാഭാരതിയും ഒക്കെ കൊടുക്കുന്നത് പോലെ കൊടുക്കുന്നു എന്നൊക്കെ പറയാൻ നാണമില്ലേ? പിന്നെ മറ്റൊന്ന്, നിങ്ങളുടെ കമ്മ്യൂണിറ്റി കിച്ചൺ എന്ന് പറയുമ്പോൾ അത് UDF കമ്മ്യൂണിറ്റി കിച്ചൺ ആണോ, അല്ലെങ്കിൽ നിങ്ങളുടെ പരസ്യം കൊടുക്കുന്ന കമ്മ്യൂണിറ്റി കിച്ചൺ ആണോ? നാണമില്ലേ കെ മുരളീധരനൊന്നോ? നാണമില്ലേ? സാധാരണക്കാർക്ക് ഭക്ഷണം കിട്ടുന്നതിന്റെ കടക്കൽ കത്തിവെക്കാൻ സേവാഭാരതി ഒരു സ്ഥലത്തും കൊടി ഉയർത്താറില്ല. നിങ്ങൾ കൊടി ഉയർത്തിയ കണക്ക് പറയുകയാണെങ്കിൽ സേവാഭാരതി എന്ത് കൊടി ഉയർത്തിയിട്ട് ഭക്ഷണം കൊടുത്തിട്ടുണ്ട് എന്ന കെ മുരളീധരൻ വിളിച്ചു പറയുന്നത്? പിന്നെ DYFI കൊടി ഉയർത്തിയിട്ടുണ്ട്, അതൊരു യാഥാർത്ഥ്യം തന്നെയാ. അവർ കൊടി ഉയർത്തിയാലും സാധാരണക്കാർക്ക് ഇവിടെ ഭക്ഷണം കിട്ടുന്നില്ലേ? ഇനി നിങ്ങൾക്ക് ഇതൊക്കെ കണ്ടിട്ട് വല്ല ചൊറിച്ചിലും ഉണ്ടെങ്കിൽ, ഇപ്പൊ ഭരണത്തിലൊക്കെ അല്ലേ നിങ്ങളുടെ യുവജന സംഘടനകളോട് രംഗത്തിറങ്ങിയിട്ട് ബദലായിട്ട് കൊടുത്ത് ജനങ്ങൾക്കിടയിൽ ഒരു പേരൊക്കെ ഉണ്ടാക്കാൻ ഭരിക്കുന്ന സമയത്തെങ്കിലും അത് ശ്രമിച്ചുകൂടെ? ഇനി നിങ്ങൾ ഈ പറഞ്ഞതുപോലെ ആരുടെയും കൊടി വെക്കാനല്ലെങ്കിൽ നിങ്ങൾ എല്ലാ ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിലും നിങ്ങൾ കമ്മ്യൂണിറ്റി കിച്ചണൊക്കെ തുടങ്ങി, എന്നിട്ട് സർക്കാർ പണമെടുക്കോ? അല്ലാതെ അവിടേക്ക് സാധനം തന്ന് നിങ്ങൾക്ക് പേരുണ്ടാക്കാൻ ഇവിടെ DYFIയും സേവാഭാരതി എന്താ മണ്ടത്തരം ചെയ്യുന്നതാണോ നിങ്ങൾ കരുതുന്നത്? ലളിതമായ ചോദ്യ. കെ മുരളീധരനൊക്കെ എന്താണ് കരുതിയിട്ടുള്ളത്? അധികാരത്തിലേക്ക് അങ്ങ് എത്തിയപ്പോയേക്ക് സാധാരണക്കാരുടെ അന്നം മുടക്കാമെന്നോ, സാധാരണക്കാരുടെ ഭക്ഷണം മുടക്കാൻ നാണമില്ലേ? പിന്നെ ഓരോ രാഷ്ട്രീയ പാർട്ടികളും ഗേറ്റ് കടന്ന് ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിലേക്കൊന്നും വേണ്ട എന്ന് പറയാൻ നിങ്ങൾക്ക് ഉളുപ്പില്ലേ? പിന്നെ നിങ്ങൾ എങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും? ഇവിടെ ആംബുലൻസുകളുടെ പേരൊന്ന് വായിക്കണം. എല്ലാ പാർട്ടികളുടെയും ആംബുലൻസുകളുണ്ട്. അവരൊക്കെ ഗേറ്റിന്റെ പുറത്ത് നിന്നാണോ കെ മുരളീധരൻ പറയുന്നത് കാത്തു നിൽക്കാൻ? ലളിതമായ ചോദ്യ. ഇവിടെ സേവാഭാരതിയുടെ നിരവധി ആംബുലൻസുകൾ, DYFIയുടെ നിരവധി ആംബുലൻസുകൾ, ഈ പറയുന്ന കോൺഗ്രസിനുണ്ടല്ലോ കുറച്ചെങ്കിലും ആംബുലൻസ് ഒക്കെ. ഇവരൊക്കെ ഗേറ്റിന്റെ മുമ്പിൽ നിന്നിട്ടാണോ ഈ പറയുന്നത് പോലെ സേവനം ചെയ്യേണ്ടത്? നിങ്ങളെ ഈ തോന്നിയത് വിളിച്ചു പറയുന്നതൊക്കെ എന്തിന്റെ പേരിലാണെന്നറിയാം. നിങ്ങളുടെ പാർട്ടിയെ കൊണ്ട് ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിൽ എത്തുന്ന സാധാരണക്കാർക്ക് വേണ്ടി ഒരു ചുക്കും ചെയ്യാൻ സാധിക്കാഞ്ഞിട്ടല്ലേ കൊടി ഉയർത്തരുത്, മറ്റേത് മറിച്ചേത്? നാണല്ലേ? പിന്നെ ഇതിനെ ന്യായീകരിച്ച് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് എന്താ പറഞ്ഞത് എന്ന് നിങ്ങളൊന്ന് കേട്ടോക്കൂ. നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, ചൂരൽമലയില് ഉരുൾപൊട്ടി 100 കണക്കിന് ആൾക്കാർ മണ്ണിന്റെ അകത്ത് കിടന്നപ്പോ അവിടെ വന്ന മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ളവർക്ക് പൊതിച്ചോറല്ല, ഭക്ഷണം പാചകം ചെയ്ത് കൊടുത്തവരായിരുന്നു വൈറ്റ് ഗാർഡുകാർ. എല്ലാ പാർട്ടിക്കാരും അപ്രീഷിയേറ്റ് ചെയ്ത അവരെ. ഒരു ദിവസം കാലത്ത് അവരവിടുന്ന് പിടിച്ച് ഇറക്കി വിടുക മാത്രമല്ല, ഭക്ഷണ സാധനങ്ങൾ പോലും വലിച്ചെറിഞ്ഞ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടല്ലോ. അന്ന് എവിടെ പോയി ഇവരൊക്കെ? നിങ്ങൾ കേട്ടില്ലേ? അവര് ഭരിക്കുമ്പോ ചൂരൽമലയിൽ വൈറ്റ് ഗാർഡ് കാര്യങ്ങൾ ചെയ്തു കൊടുത്തു, അതിനെ ഇടതുപക്ഷം മുടക്കി. അപ്പൊ അത് നെറുകേടാണ്. അത് മുടക്കിയത് കൊണ്ട് ഞങ്ങൾ ഇതും മുടക്കുന്നു എന്ന് നാണമില്ല കെ മുരളീധരന് ഇതൊക്കെ പറഞ്ഞ് ന്യായീകരിക്കാൻ? അപ്പൊ കെ മുരളീധരൻ അറിയാം വൈറ്റ് ഗാർഡിനോട് ഭക്ഷണം കൊടുക്കാൻ പറഞ്ഞതും അതുമായി ബന്ധപ്പെട്ട് വിതരണം ചെയ്തതൊക്കെ തടസ്സപ്പെടുത്തിയത് ഒരു പ്രശ്നമാണ് എന്നൊക്കെ. പിന്നെ അന്ന് കൃത്യമായിട്ട് ആ ഭക്ഷണമൊക്കെ ആയി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത്
വൃത്തിയും കാര്യങ്ങളൊക്കെ തന്നെ അത് പൊട്ടിച്ചതിനോട് ന്യായീകരിക്കുന്നില്ല. വൃത്തിയുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക എന്നുള്ളതായിരുന്നു അന്നത്തെ സർക്കാർ ചെയ്യേണ്ടിയിരുന്നത്. അപ്പൊ അന്നത്തെ സർക്കാർ തെറ്റ് ചെയ്തു. അപ്പൊ ഞങ്ങളും തെറ്റ് ചെയ്യട്ടെ എന്ന് പറയാൻ ഉളുപ്പില്ലേ, നാണമില്ലേ? ഇത്തരത്തിലൊക്കെ വിളിച്ചു പറയാൻ അന്നം കൊടുക്കുന്നത് മുടക്കിയിട്ട്, സാധാരണക്കാരൻ ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുന്നത് മുടക്കിയിട്ട് മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി ലേറ്റസ്റ്റ് ആയിട്ട് വിളിച്ചു പറഞ്ഞതാ. ഓ, അന്ന് ഇടത് സർക്കാർ മുടക്കിയിരുന്നു. അതെ, അന്ന് മുടക്കിയത് തെറ്റാണ്. ആ തെറ്റ് ആവർത്തിക്കാനാണോ കേരള ജനത UDF-നെ തിരഞ്ഞെടുത്തത്? നിങ്ങളുടെ ഈ ചൊറിച്ചിലൊക്കെ എന്താണ് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യ. മലയാളികൾക്കറിയാം, മലയാളികൾക്ക് മനസ്സിലായി. നിങ്ങളുടെ യുവജന സംഘടനകളെ കൊണ്ടൊന്നും സകല ഹോസ്പിറ്റലുകളിലും ഒന്നും ചെയ്തു കൊടുക്കാൻ സാധിക്കൂല. അവ ചെയ്തു കൊടുക്കുന്നവർക്ക് ഉണ്ടാവുമല്ലോ എന്ന് കരുതിയിട്ടല്ലേ ഇമാതിരി പോക്കർത്തരമായിട്ട് കെ മുരളീധരനൊക്കെ രംഗത്തെത്തിയത്. നിങ്ങൾ ആദ്യം കേരളത്തിലെ സകല സർക്കാർ ഹോസ്പിറ്റലുകളിലും മാന്യം മര്യാദക്ക് ഡോക്ടർമാരെ നിർത്തുക. സകല ഒരുപാട് സ്ഥലങ്ങളിൽ ഡോക്ടർമാരില്ലാത്ത വിഷയങ്ങളുണ്ട്. ഒരുപാട് സ്ഥലങ്ങളിൽ ഹോസ്പിറ്റലുകൾക്ക് വിഷയമുണ്ട്. ചോർച്ചയുള്ള ഹോസ്പിറ്റലുകളുണ്ട്. അതൊക്കെ ഒന്ന് ആദ്യം നേരെയാക്കുക. എന്നിട്ട് പോരെ ഈ അന്നം മുടക്കലിലേക്കോ അന്നത്തിന് പകരം ഞങ്ങൾ എന്തോ മലമറിക്കുമെന്നൊക്കെ പറയല്. ഇനി സേവാഭാരതിയുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ട് ഉല്ലാസ് ബാബു കാര്യങ്ങൾ തുറന്നടിക്കുന്നുണ്ട്. നിങ്ങളതൊന്ന് കേട്ടു നോക്കൂ. സേവാഭാരതി 35 കൊല്ലത്തോളമായിട്ട് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള നിരവധി സ്ഥലങ്ങളിൽ മെഡിക്കൽ കോളേജുകളിൽ ഒക്കെ കൃത്യമായിട്ട് ഇത് കൊടുത്തു വരുന്നു. ഒരു രാഷ്ട്രീയ താല്പര്യങ്ങളും അതിന് പുറകിൽ സേവാഭാരതിക്കില്ല. സേവാഭാരതി ഒരു രാഷ്ട്രീയ സംഘടനയുടെയും പോഷക സംഘടനയല്ല. സേവാഭാരതിക്ക് അങ്ങനെ ഒരു താല്പര്യവും ഒരു രാഷ്ട്രീയ താല്പര്യവുമില്ല. എന്നിട്ടും അത് സേവനവുമായിട്ട് കൃത്യമായി നടപ്പിലാക്കി കൊണ്ടുവരുന്നു. ഒരു കൊടിയും കെട്ടി സേവാഭാരതി വന്നിട്ടില്ല, ഒരു സ്റ്റിക്കറും സേവാഭാരതിയായി മുട്ടിച്ചിട്ടില്ല. പക്ഷേ സേവാഭാരതിയെ കൊടുത്തിരുന്നത് മുഴുവൻ കൃത്യമായിട്ട് സർക്കാരിൻ്റെ ഇടപെടലുകൾ, സർക്കാർ ഈ പാവപ്പെട്ട രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഈ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിൽ കൃത്യമായി അതിൻ്റെ കാര്യങ്ങൾ പാലിച്ച് ജനങ്ങളെ സേവിച്ചിരുന്നുവെങ്കിൽ ഇതൊന്നും ആർക്കും ചെയ്യേണ്ട ഗതികേട് ഉണ്ടാവുമായിരുന്നില്ലല്ലോ. നിങ്ങൾ കേട്ടില്ലേ? വളരെ വ്യക്തമാണ്, വളരെ വ്യക്തമായിട്ട് പറയുന്നു. കഴിഞ്ഞ 35 വർഷമായിട്ട് സേവാഭാരതി കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുന്നു. ഇവിടെ ഒരു തരത്തിലുള്ള കൊടിയും സേവാഭാരതി പൊക്കുന്നില്ല. പിന്നെ കൊടി ഉയർത്തുന്നത് DYFI ആണ്. അവർ കൊടി ഉയർത്തിയിട്ടാണെങ്കിലും കുറച്ച് ആളുകൾക്ക് അതിന് ഉപകാരം കിട്ടുന്നില്ലേ? DYFI പൊതിച്ചോറ് കൊടുക്കുന്നത് അന്ന് ഭരിച്ച ഇടത് സർക്കാരിന്റെ പരാജയമാണ് എന്നുള്ളതൊരു യാഥാർത്ഥ്യ. ഇടതിന്റെയും വലതിന്റെയും പരാജയമാണ്. ഇന്നും സന്നദ്ധ സംഘടനകൾ ഹോസ്പിറ്റലുകളിലേക്ക് എത്തുന്ന ആളുകൾക്ക് ഭക്ഷണമൊക്കെ കൊടുക്കുന്നത് എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യ. DYFI പൊതിച്ചോറൊക്കെ കൊടുക്കുന്നത് വളരെ നല്ല കാര്യമാണ്. പക്ഷെ അത് ഇടത് സർക്കാരിന്റെ പരാജയം. കാരണം സർക്കാരിന് അത് ചെയ്തു കൊടുക്കാൻ സാധിക്കാഞ്ഞിട്ടാണല്ലോ ഈ DYFIയും സേവാഭാരതിയും ഒക്കെ തന്നെ ഈ നന്മ ചെയ്യുന്നത്. ഒരു യാഥാർത്ഥ്യ. കെ മുരളീധരൻ ചെയ്യുന്നത് അങ്ങേറ്റത്തെ നിറകേട. ഒരു തർക്കമില്ലാത്ത വിഷയ. സാധാരണക്കാരന് കിട്ടുന്ന ഭക്ഷണത്തിന് കടക്കൽ കത്തി വെച്ചിട്ടുണ്ടെങ്കിൽ കെ മുരളീധരൻ ചെയ്യുന്നത് നിറകേടാണ് എന്നുള്ളതിൽ ഓരോ തർക്കവും ആർക്കും തന്നെ വേണ്ട.